എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിശ്ചല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 5-ന്റെ 3 മുതൽ 6 വരെ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ആരംഭ ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദരിദ്രരായവർ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, അങ്ങനെയുള്ള ആളുകൾക്ക് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ഉറപ്പ് കർത്താവ് നൽകുന്നു. ഈ ദാരിദ്ര്യവും അതുപോലെ തന്നെ സഹനവും ഇല്ലായ്മകളുമൊക്കെ ജീവിതത്തെ പൊറുതിമുട്ടിച്ചിരുന്ന ഒരു പറ്റം ആളുകൾ. ടാക്കോസ് എന്ന പദമാണ് ദരിദ്രരായവർക്ക് സാധാരണ മൂലഭാഷയിൽ കാണുന്നത്. ഒരു തരത്തിലും, അതായത് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു. ടാക്സേഷൻ മുഖാന്തരം ദരിദ്രരായി മാറിയവർ, മതം അവരെ പാപികളെന്ന് മുദ്രകുത്തി പാപ്പരാക്കപ്പെട്ട ആളുകൾ, അങ്ങനെ വേണമെങ്കിൽ അവരെക്കുറിച്ച് പറയാം. അവരുടെ ദുഃഖം, ദാരിദ്ര്യം, സഹനം ഇതൊക്കെ സൗഭാഗ്യങ്ങളിലേക്കുള്ള വാതിലാണെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. മത്തായി 5-ാം അധ്യായത്തിൻ്റെ പർവ്വത പ്രസംഗം, അതേ ഉപദേശങ്ങളും ആശയങ്ങളും ലൂക്കോസ് 6-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. മലമുകളിൽ വെച്ച് കർത്താവ് ഇത് പറഞ്ഞു എന്ന് മത്തായി ഓർമ്മിപ്പിക്കുമ്പോൾ ലൂക്കോസ് പറയുന്നത് സമതലത്തിലാണ്. ദാരിദ്ര്യം ആർക്കും താല്പര്യമുള്ള വിഷയമല്ല. എന്നാൽ ദൈവമക്കൾ പലരും വളരെ ദാരിദ്ര്യം അനുഭവിച്ചവരാണ്. ദാരിദ്ര്യം നമ്മെ അതിന് പരിഹാരം വരുത്താൻ കഴിയുന്നവങ്കിലേക്ക് വഴി നടത്തും. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്ന ദാരിദ്ര്യം അക്ഷരപ്രകാരമുള്ളതാണ്. കർത്താവിൻ്റെ വിളി അപ്പോസ്തലന്മാരെ ലോകപ്രകാരം സമ്പന്നരാക്കാതെ ദരിദ്രന്മാരാക്കി. അവർ പടകും വലയും അപ്പനെയും അമ്മയെയും നിലവും പുരയിടങ്ങളെയും ഒക്കെ വിട്ട് തലചായ്ക്കാൻ സ്ഥലമില്ലാത്ത നസ്രായൻ്റെ വിളി കേട്ട്, അല്ലെങ്കിൽ സകലതും വിട്ട് അവനെ അനുഗമിച്ചതാണ്. അവർക്ക് എന്ത് ലഭിക്കുമെന്നുള്ള ചിന്ത ചിലപ്പോൾ അവരെ അലട്ടിയിട്ടുമുണ്ട്. തൻ്റെ നാമനിമിത്തം നഷ്ടപ്പെട്ട സകലതിനും 100 മടങ്ങ് മടക്കി കിട്ടുമെന്ന് കർത്താവ് ഒരിക്കൽ അവരോട് പറഞ്ഞു. അവൻ്റെ പ്രസംഗം കേൾക്കാൻ വന്ന പുരുഷാരം മടങ്ങിപ്പോയി. അപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ വിളി അവരെ ദരിദ്രരാക്കി. സുവിശേഷവേല നിമിത്തം അവർക്കൊന്നും സമ്പാദിക്കാനും കഴിഞ്ഞിട്ടില്ല, നഷ്ടമുണ്ടാകുകയും ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു എന്ന് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ ലേഖനം 5-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദേമാസിന് അങ്ങനെ പറയാൻ കഴിയില്ല. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ നിലവിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. യഹോവ ഭക്തനായ പ്രവാചക ശിഷ്യൻ തൻ്റെ സേവനകാലത്ത് യാതൊന്നും സമ്പാദിച്ചില്ല എന്ന് മാത്രമല്ല, കുറച്ച് കടബാധ്യതയും കൂടെ ഉണ്ടാക്കി. എന്നാൽ അവൻ യഹോവ ഭക്തനായിരുന്നെന്ന് ധൈര്യത്തോടുകൂടി എലീശയോട് പറയാൻ അവൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞു. ഇത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ നിലപാടുകളെയും സുവിശേഷ പ്രവർത്തനങ്ങളെയും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ഫലം ഇങ്ങനെയാവുമെന്ന് ലോകത്തോട്
വിളിച്ചു പറയുന്ന ഒരു സാക്ഷ്യമാണ്. യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണം ഭാഗ്യവർണ്ണനോടുകൂടെ ആരംഭിക്കുന്നു. അവൻ ലോകത്തിൽ വന്നത് അതിനെ അനുഗ്രഹിക്കാനാണ്. വിശ്വാസികളുടെ ഭാഗ്യവർണ്ണനയിൽ ഒന്നാം സ്ഥാനം ദാരിദ്ര്യത്തിന് കൊടുത്തിരിക്കുന്നത് വിശേഷമായ ശ്രദ്ധ കണ്ടെത്തപ്പെടുന്നതാണ്. നീതിക്ക് വിശന്ന് കൊതിക്കുന്നവർ അല്ലെങ്കിൽ ദാഹിക്കുന്നവർ, തന്റെ നീതിയുള്ള ഭരണം സ്ഥാപിക്കാനായി കർത്താവ് വരുമ്പോൾ സംതൃപ്തരായിരിക്കുമെന്ന് യെശയ്യാവ് രേഖപ്പെടുത്തുന്നു. ലൂക്കോസ് പറയുന്നത് വിശപ്പിനെ കുറിച്ചാണ്, നീതിയെക്കുറിച്ചല്ല. നീതിയെക്കുറിച്ച് പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിന് മാത്രം ഒരു പ്രത്യേകതയാണ്. വിഷമതകളുടെ മധ്യത്തിൽ സ്വർഗരാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരുടെ പ്രത്യേക അനുഭവങ്ങളെയാണ് പർവ്വത പ്രസംഗത്തിലെ ഈ 4 കാര്യങ്ങൾ പറയുന്നത്. അടുത്ത് വരുന്നത് രാജ്യത്തിന്റെ അവകാശികളുടെ ദിവ്യപ്രകൃതിയൊക്കെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നു, ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ദൈവീക നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ലോകപ്രകാരം ഒരു പക്ഷെങ്കിൽ ദരിദ്രരായി തീരുകയും ഒക്കെ ചെയ്താലും അതിന് ലഭിക്കുന്ന പ്രതിഫലം വിലയേറിയതാണ്, വിശേഷതയുള്ളതാണ്. അത് നമുക്ക് കർത്താവ് ഓഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഉറപ്പായും നൽകും, ലഭിക്കും എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ലോകത്തിൻ്റെ നിന്ന സഹിക്കുന്നവരെ മാറ്റുന്ന കർത്താവ് നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിനായി സ്തോത്രം. ഞങ്ങൾ ലോകത്തിൻ്റെ ഉയർച്ചകളിൽ നിന്നല്ല, ലോകത്തിൽ പ്രയാസങ്ങളും കഷ്ടങ്ങളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പരിമിതികളും ഒക്കെ ഉണ്ട് എങ്കിലും കർത്താവെ, അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി അതെല്ലാം സഹനതയോടെ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥായിയായ പ്രതിഫലത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ എളിയവരെ അടിയങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, അങ്ങനെ ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങളുമായി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.